Hi everyone. Criminal profiling ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ക്രിമിനൽ പ്രൊഫൈലിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഓൾറെഡി വി ഡിസ്കസ്ഡ്. സോ അതിൻ്റെ ബാക്കി റിമൈനിങ് പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So criminal profiling എന്ന് പറയുന്നത് it has been used by law enforcement for over 120 years and it is used to produce a list of potential characteristics of a perpetrator of a crime to help narrow down a list of suspects. ഈ സെയിം കാര്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ വിട്ടുപോയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് അതർ നെയിംസ് ഓഫ് ദിസ് ടെക്നിക്. സോ ക്രിമിനൽ പ്രൊഫൈലിങ്ങിന് നമ്മൾ പറയുന്ന മറ്റ് പേരുകൾ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഒഫൻഡർ പ്രൊഫൈലിംഗ്, and psychological profiling, and personality profiling. It's also known as behavioral investigative analysis. So criminal profiling is also known by other names or the technique is also known as offender profiling, psychological profiling, personality profiling, behavioral investigative analysis. So ഈ പേരുകളിലൊക്കെ എന്തറിയപ്പെടും, നമ്മുടെ ക്രിമിനൽ പ്രൊഫൈലിംഗ് അറിയപ്പെടും. And coming to the history of this criminal profiling, first recorded use ഉള്ളത് 1880s. 1880s Dr. Thomas Bond. So he was performing an autopsy perform ചെയ്യായിരുന്നു. ലൈക്ക് ജാക്ക് ദ റിപ്പർ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഉണ്ട്, ജാക്ക് ദ റിപ്പർ. സോ റിപ്പറിന്റെ ഒരു വിക്ടിമിനെ ഓട്ടോപ്സി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ തോമസ് ബോണ്ട് എന്ന് പറയുന്ന ഡോക്ടർ. സോ ആഫ്റ്റർ ദ ഓട്ടോപ്സി വാട്ട് ഹി ഡിഡ് ഈസ് ദാറ്റ് ഹി റീകൺസ്ട്രക്റ്റഡ് ദി ക്രൈം സീൻ to interpret the behaviors and personality of the killer. ആ ഓട്ടോപ്സി ചെയ്യുന്ന സമയത്ത് ആൾ ചെയ്ത അനാലിസിസ് ഒക്കെ വെച്ചിട്ട് ആ വിക്ടിമിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ലൈക്ക് ഇഞ്ചുറീസും കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം this person, Dr. Thomas Bond, what he did, he reconstructed the crime scene and he tried to interpret the behavior and personality of the killer. And he then studied other mutilated female victims and concluded that they had all been killed by the same person. So ഈ ജാക്ക് ദ റിപ്പർ എന്ന് പറയുന്ന കൾപ്രിറ്റ് he did like ഒരു സീരിയൽ കില്ലിങ് നടത്തിയിട്ടുണ്ട് വുമൺസിനെ. സോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ തോമസ് ബോണ്ട് ഓട്ടോപ്സി ചെയ്ത് ഒരു വിക്ടിമിനെ ഓട്ടോപ്സി ചെയ്തു, അനലൈസ് ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം അനലൈസ് ചെയ്യുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് മറ്റ് വിക്ടിംസിനും ഓട്ടോപ്സിന്റെ റിസൾട്ടും ഓട്ടോപ്സി റിപ്പോർട്ട് വന്നിട്ടുള്ളത്. So from that injuries and from that interpretation he told that all the women were killed by the same person എന്നുള്ളത്. സോ ഫസ്റ്റ് ഒരു ക്രിമിനൽ പ്രൊഫൈലിങ്ങിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അവിടെ നിന്നായിരുന്നു. ദെൻ നമ്മുടെ ഡോക്ടർ വാൾട്ടർ ലാംഗർ, ഡോക്ടർ വാൾട്ടർ ലാംഗർ. സോ ഡോക്ടർ വാൾട്ടർ ലാംഗറിന്റെ അടുത്ത് അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഒരു പ്രൊഫൈല് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു.
അഡോൾഫ് ഹിറ്റ്ലറിന്റെ പ്രൊഫൈല് ചെയ്യാനായിട്ട് ഡോക്ടർ വാൾട്ടർ ലാംഗറിനെ ചുമതലപ്പെടുത്തി. സോ ഹി വാസ് ആസ്ക്ഡ് ടു അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ഹിറ്റ്ലേഴ്സ് മൈൻഡ് സെറ്റ് ആൻഡ് വാട്ട് ഹിസ് മോട്ടീവ്സ് were, and most importantly what might he do if he were ever caught. So Dr. Langer correctly predicted that Hitler would commit suicide if Germany lost the war. സോ അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് ആഫ്റ്റർ ലൂസിങ് ദ വാർ ഹി വിൽ കമ്മിറ്റ് സൂയിസൈഡ് എന്നുള്ളൊരു പറഞ്ഞു. സോ ഇറ്റ്സ് സ്റ്റിൽ ഇൻ ഡൗട്ട് വാട്ട് ഹാപ്പൻ ടു ഹിം. സോ ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഡോക്ടർ വാൾട്ടർ ലാംഗർ ടോൾഡ് ദാറ്റ് ഇഫ് ഹി ലൂസ് ജർമ്മനി ഇൻ ദി വാർ ഹി വിൽ സൂയിസൈഡ്. സോ അങ്ങനെ ഒരു പ്രഡിക്ഷൻ ആര് നടത്തിയിട്ടുണ്ടായിരുന്നു? ഡോക്ടർ വാൾട്ടർ ഹാങ്ങർ. അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ ബിഹേവിയർ, ആളുടെ അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് ഒക്കെ, മോട്ടീവ്സ് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം. And last 50 years this technique criminal profiling has been utilized in numerous cases throughout the world, and specialized units have been now set up strictly for the purpose of profiling. FBI locke criminal profiling അല്ലെങ്കിൽ ബിഹേവിയറൽ അനാലിസിസ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഒരു യൂണിറ്റ് തന്നെ, ബിഹേവിയറൽ അനാലിസിസ് യൂണിറ്റ് തന്നെ FBI-ലുണ്ട്. സോ നമ്മൾ FBI-നെ കുറിച്ചിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ബിഫോർ ഇൻ വൺ സെഷൻ. സോ അതിൽ നമ്മൾ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് FBI പറഞ്ഞപ്പോൾ we discussed about this behavioral investigating analysis unit. So ഇപ്പോൾ നമ്മൾ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു യൂണിറ്റ് തന്നെ ഉണ്ട്. സോ ദിസ് വാസ് ദ സ്റ്റാർട്ടിങ് ഓഫ് ക്രിമിനൽ പ്രൊഫൈലിംഗ്. ദെൻ എങ്ങനെയാണ് പ്രൊഫൈലർ ഒരു ക്രിമിനൽ പ്രൊഫൈലിംഗ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എ ക്രിമിനൽ പ്രൊഫൈൽ റിപ്പോർട്ട് ഈസ് റിട്ടൺ ആഫ്റ്റർ എ ക്രൈം സീൻ ആൻഡ് ഓൾ റിലേറ്റഡ് എവിഡൻസ് ഹാസ് ബീൻ ഡോക്യുമെന്റഡ് ആൻഡ് അനലൈസ്ഡ്. സോ ഒരു ക്രൈം സീൻ കണ്ടതിന് ശേഷം ഒരു വിക്ടിമിനെയോ വിറ്റ്നസിനെയോ ഒക്കെ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളൊരു criminal profile ഉണ്ടാക്കുന്നത്. So we have to analyze all the things. What was the modus operandi? What is the signature? Is there any signature of this for this particular crime എന്നുള്ളതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും. സോ എന്താണ് മോഡസ് ഒപ്രാൻഡി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് ദ മെത്തേഡ് ഓർ ടെക്നിക് ഓഫ് ക്യാരിയിങ് ഔട്ട് ദി ക്രൈം. സോ ഒരു യൂസിങ് എ വെപ്പൺ അല്ലെങ്കിൽ യൂസിങ് ഹിസ് ഹാൻഡ്സ്, യൂസിങ് എ സ്പെഷ്യൽ ഞാൻ ക്ലാസ് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാസിന്റെ പീസ് വെച്ചിട്ട്, അതേപോലെ വാട്ട് എവർ സം യുണീക്ക് മെത്തേഡ് ഓഫ് ക്യാരിയിങ് ഔട്ട് ദി ക്രൈം, ദാറ്റ് ഈസ് മോഡസ് ഓപ്രാൻഡി. Then maybe in sometimes the offenders modus operandi can change over time. പക്ഷെ ഒരു time period maybe he will do or he will take the same mode of operation, same modus operandi. So as an individual gains more experience, he often adapts his criminal technique to increase his efficiency. Then since the offender's modus operandi can change, it is often not useful method of linking or connecting a series of crimes to the same offender. Sometimes he will use the same modus operandi, and if he is brave enough that maybe this can caught by the law enforcement, then he will change his mode of operation so that it is not that useful. And instead, examination of the offender's engagement in repetitive ritualistic behavior at the crime scene is often more important in linking crimes to the same offender. So that is mode of operation. And signature എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. What is signature എന്നുള്ളത്? So signature is a unique set of acts an offender engages in with each in victim. So symbolic ആവാം, അല്ലെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവാം. പോസ്റ്റ്മോർട്ടം, ബോഡി പൊസിഷനിങ്, മ്യൂട്ടിലേഷൻ, സിംബോളിക് ഗസ്റ്റേഴ്സ് and written statements left behind. Anything can be a signature. In some cases ഒരു ക്രോസ് വെച്ചിട്ട് പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൈറ്റിംഗ്സ് എഴുതിയിട്ട് പോവാം. As his signature, he want to make others know that this he committed all the crimes, like that. Some psychopaths, so that they will leave a signature behind in the crime scene. So many serial offenders engage in repetitive or ritualistic behavior at the crime scene, since the offense itself is insufficient in providing enough psychosexual gratification. So in that card, thus an offenders have a signature or a calling card. So signature എന്ന് പറയുന്ന വേറൊരു പേരാണ് calling card എന്നുള്ളത്. So signature എന്താന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. I just explained it again. Then
The ഈ ഫിസിക്കൽ എവിഡൻസുകൾ മാത്രമല്ല, the profiler have to focus on not only on this physical evidence to maintain complete objectivity when preparing the initial profile, but also he has to look forward to all those other evidences also. So ഒരു ക്രിമിനൽ പ്രൊഫൈൽ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഏജ് ഉണ്ടായിരിക്കും ആ പേഴ്സണിൻ്റെ, അതേപോലെ തന്നെ ജെൻഡർ, then race of that person, then residency, then intelligence level, then occupation, marital status, then living arrangement, then vehicle, what vehicle he is using, what is the condition of that vehicle, what type of vehicle he is using, like that. Then motivating factors. So in motivating factors, like was the crime random or detailed or planned long before, like that things. Then arrest record, then provocation factors, I'll write here, sorry, provocation factors, then interrogation techniques. സോ ഇത്രയും ഡീറ്റെയിൽസ് എന്തിലുണ്ടായിരിക്കും ഒരു ക്രിമിനൽ പ്രൊഫൈലിൽ ഇൻക്ലൂഡ് ചെയ്യണം. ലൈക്ക് പ്രൊഫൈലിംഗ് ചെയ്യുന്ന ലൈക്ക് സബ്ജക്റ്റിൻ്റെ ഏജ്, ലൈക്ക് യൂഷ്വലി ഗീവ് ആസ് എ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുക. ലൈക്ക് ഒരു 5 year ലൈഫ് സ്പാൻ വെച്ചിട്ടുള്ള ഒരു റേഞ്ചിലാണ് നമ്മൾ. എക്സാക്ട് ഏജ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. സോ വിൽ ഗീവ് സം ഏജ് റേഞ്ച്. ദെൻ ജെൻഡർ, ലൈക്ക് ഡിറ്റർമിൻഡ് ബൈ ദ ജെൻഡർ ഓഫ് ദ വിക്ടിംസ് ആൻഡ് ദ നേച്ചർ ഓഫ് ദി ക്രൈം സീൻ. Then race ആണെങ്കിൽ determined by race of the victims because the suspect is usually the same race at the first victim. Then residency, like ഏത് ജോഗ്രഫിക്കൽ ഏരിയയിലാണ്, അതേപോലെ തന്നെ ഏത് ലൈക്ക് റെസിഡൻസ് എവിടെയാണ്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ. Then intelligence level, like categorizing the offender as organized and disorganized crimes എന്ന് crime scene എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് ഒരു കൾപ്രിറ്റിന്റെ ഇന്റലിജൻസ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് we can give. Then occupation, like determining if the suspect would be in blue collar or white collar position and steady or casual employment using disorganized or organized categories. So ക്രൈംസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർഗനൈസ്ഡ് ക്രൈംസ് അതുപോലെ ഡിസോർഗനൈസ്ഡ് ക്രൈംസ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് അവരുടെ ഇന്റലിജൻസ് ലെവലും അതുപോലെ ഒക്യുപ്പേഷനും കാര്യങ്ങളൊക്കെ, ലൈക്ക് വൈറ്റ് കോളർ ജോബിലാണോ ഇരിക്കുന്നത്, ബ്ലൂ കോളർ ജോബാണോ എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ മറൈറ്റൽ സ്റ്റാറ്റസ്, ലൈക്ക് സിംഗിൾ ആണോ, മാരീഡ് ആണോ, വിഡോഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ആൻഡ് ലിവിങ് അറേഞ്ച്മെന്റ്, ലൈക്ക് തനിച്ചാണോ താമസിക്കുന്നത്, അതോ ലൈക്ക് ഹസ്ബൻഡ് ഓർ വൈഫിന്റെ കൂടെയാണ് താമസിക്കുന്നത്, അതോ ലൈക്ക് കോമൺ ആയിട്ടുള്ള ഒരു ലോ പാർട്ട്ണർ ഉണ്ടോ, റൂംമേറ്റ് ആണോ, അതോ അതർ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെയാണോ താമസിക്കുന്നത്, എങ്ങനെയാണെന്നുള്ളത്. ദെൻ ലൈക്ക് വെഹിക്കിൾസ് എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, ലൈക്ക് അതും നമ്മുടെ ഓർഗനൈസ്ഡ് ആൻഡ് ഡിസോർഗനൈസ്ഡ് കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്, ലൈക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടാണോ, അതോ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള മർഡർ ആണോ, അല്ലെങ്കിൽ റേപ്പ് ആണോ എന്നുള്ളതൊക്കെ. ദെൻ അറസ്റ്റ് റെക്കോർഡ്സ്, പ്രീവിയസ്ലി എന്തെങ്കിലും അറസ്റ്റ് റെക്കോർഡ് ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും കേസുകളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. പ്രൊവോക്കേഷൻ ഫാക്ടർ എന്തായിരുന്നു എന്നുള്ളത്, ലൈക്ക് what type of setup may draw out the suspect, like decoy, sting operation, like that. Then interrogation technique, should a direct approach we can use confronting the suspect with evidence, or should a counseling interview be used എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യണം. So that is a criminal profile. So a criminal profile should
A criminal profile should include all these things. Then criminal profiling like about the crime, you have to give the details about the offense, the crime scene, time and date, manner of attack, weapons or tool used, and other things. Then possible motives, motive 1, motive 2, whatever the motives of this culprit to commit the crime. Then about the perpetrator, like trademarks or peculiarities, spoken or written words, clothing, vehicles used. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു കാറ്റഗറി ആക്കി തിരിച്ചേക്കാണ്. Then often develop the profile report. After that police and expert report. So ഇതൊരു ലൈക്ക് ക്രൈം സ്റ്റാർട്ട് ചെയ്തിട്ട് മോട്ടീവ്സ് എന്തൊക്കെയാണ്, പെർപെട്രേറ്റർ എങ്ങനെയാണ്, വിക്ടിം ലൈക്ക് എന്താണ് വിക്ടിമിന്റെ പൊസിഷൻ, അഡ്രസ്സ്, കാര്യങ്ങൾ, എക്കണോമിക് സർക്കംസ്റ്റൻസ്, ഇനി എന്തെങ്കിലും പോലീസ് റെക്കോർഡ് ഉണ്ടോ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. Then police and experts report. After that you have to collect the autopsy report, other criminal report, like that, and develop the profile report, and you have to check how accurate it is. So that is about a criminal profiling. And profiling basics. Profiling basics ൽ വരുന്നത് ഒരു 5 സ്റ്റെപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 steps are there in criminal profiling, and one last step or the goal achieving step. അതാണ് last step. So first one is input, then decision process, then crime assessment, criminal profile, investigation, and the last one is apprehension. So അതിനു മുന്നേ ഒരു പ്രൊഫൈൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ലൈക്ക് ഇറ്റ് ഡസ് നോട്ട് ജനറേറ്റ് എ ലിസ്റ്റ് ഓഫ് സസ്പെക്ട്സ്. ഒരു ലിസ്റ്റ് ഓഫ് സസ്പെക്ട്സിനെ അല്ലാതെ ഉണ്ടാക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ ലോ എൻഫോഴ്സ്മെന്റ് ഒഫീഷ്യൽസ് ഫോക്കസ് ദെയർ ഇൻവെസ്റ്റിഗേഷൻ അപ്പോൺ സസ്പെക്ട്സ് ഹു ഫിറ്റ് ദ പ്രൊഫൈൽ. നമ്മളൊരു ക്രൈം സീൻ കണ്ടിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്നു, ലൈക്ക് മേ ബി ദ കൾപ്രിറ്റ് ഈസ് ലൈക്ക് ദിസ് ക്യാരക്ടർ. സോ ഈ ഒരു ക്യാരക്ടറുള്ള ആളാണ് ക്രൈം കമ്മിറ്റ് ചെയ്യാനായിട്ട് സാധ്യത എന്നുള്ളത് നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ലൈക്ക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡ്യൂറിങ് ദ ഇൻവെസ്റ്റിഗേഷൻ ന്യൂ എവിഡൻസ് മേ ബി ഇൻട്രൊഡ്യൂസ് ദാറ്റ് ചേഞ്ചസ് ദി ഇനീഷ്യൽ പ്രൊഫൈൽ. അതിൽ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരാം. സോ നമുക്ക് അത് സ്റ്റെപ്സ് പറയാം. അതിനുശേഷം യൂസസ് ഓഫ് ക്രിമിനൽ പ്രൊഫൈലിംഗ് അടുത്തൊരു സെക്ഷനിൽ പറയാം. സോ ദ സ്റ്റെപ്സ് ഈസ് ലൈക്ക് ഇൻപുട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് the crime scene. First thing is that you have to collect the evidence or information from the crime scene. You have to collect the evidence or information from the crime scene for this criminal profiling. So this initiates, input stage initiates the criminal profiling generating process. Criminal profile generate ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻപുട്ടിൽ നിന്നാണ്. ലൈക്ക് ഒരുപാട് സോഴ്സുകൾ നമുക്ക് യൂസ് ചെയ്യാം. ലൈക്ക് കോംപ്രഹെൻസീവ് കേസ് റിസോഴ്സസ് ആർ എസെൻഷ്യൽ ഫോർ ദിസ് ആക്യുറേറ്റ് പ്രൊഫൈലിംഗ്, ആൻഡ് ദ ഡാറ്റ ഷുഡ് കവർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹോബീസ് എന്തൊക്കെയാണ്, ഫിസിക്കൽ കണ്ടീഷൻ, എംപ്ലോയ്മെന്റ്, ഹാബിറ്റ്സ്, ഇതൊക്കെ എന്താ എന്നുള്ളതിൻ്റെ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ഡാറ്റ യു ഹാവ് ടു കളക്ട്. ആഫ്റ്റർ collecting these data, not only the like personality or behavioral data, you have to collect the forensic evidences also, physical evidences also. From that you will get the examination report and all. From that also you can get the assessment, take the assessment. Then crime scene sketches, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യണം. Collect the data and photographs reveal the significant elements as the level of risk of the victim and the degree of control exhibited by the offender. So offender state of mind എങ്ങനെയാണ്, victimന്റെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ഇൻപുട്ടിൽ കിട്ടണം, ഡാറ്റ കിട്ടണം. അതിനുശേഷമാണ് ഡിസിഷൻ പ്രോസസ് മോഡൽ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഡിസിഷൻ പ്രോസസ്സിൽ it begins by organizing and arranging the inputs into meaningful process. നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഡാറ്റാസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ കിട്ടിയിട്ടുള്ള ഡാറ്റാസിനെ കറക്റ്റ് ഓർഡറിൽ നമ്മളതിനെ ഒരു സ്റ്റോറി പോലെ നമ്മളതിനെ അറേഞ്ച് ചെയ്യണം. ഈ അറേഞ്ച് ചെയ്യുന്നതിലാണ് ഡിസിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് ഈ ഡിസിഷൻ പ്രോസസ്സിന്. ലൈക്ക് ഒരു 6 സ്റ്റേജസിലൂടെയാണ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഡിസിഷൻ പ്രോസസ്സ് കടന്നു പോകുന്നത്. Like it's the structure of profiling, like homicide type and style, എന്തായിരുന്നു type and style എന്നുള്ളത്. Then primary intent of the murderer, what was his intent to commit the crime. Then victim's risk, then escalation, time factor, and location factor. So I will write in this side
homicide type and style. ഇത് ഒന്നാമത്തെ. Then second one is primary intent of the murderer. Then third one is victim risk. Then fourth one is escalation. And fifth one is time factors. And sixth is location factors. സോ ഇത്രയും സ്റ്റേജിലൂടെയാണ് നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് കടന്നു പോകുന്നത്. സോ വൺ ബൈ വൺ ഐ വിൽ എക്സ്പ്ലെയിൻ. സോ ഫസ്റ്റ് ഈസ് ഹോമിസൈഡ് ടൈപ്പ് ഓർ സ്റ്റൈൽ. സോ ഹോമിസൈഡ് ടൈപ്പ് അല്ലെങ്കിൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ലൈക്ക് മേ ബി രണ്ട് ടൈപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. മാസ് മർഡർ ആണെങ്കിൽ, മാസ് മർഡർ എന്ന് പറയുന്നത് സീരിയൽ മർഡേഴ്സ് പോലെ ഒരു മാസ് മർഡറിൽ ഒന്നോ രണ്ടോ മർഡേഴ്സ് കില്ലിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല. മോർ ദാൻ 3 പേഴ്സൺ ആണെങ്കിൽ we can say as a mass murder. So in that type beyond 3 victims, that is if 4 or more than victims are there, it is called as mass murder. Mass murder in രണ്ട് ടൈപ്പ് ഉണ്ട്, classic and family. So classic murders involve ചെയ്യുന്നത് like one person operating in one location at one period of time. one person he is acting in one location at one period. അതാണ് classic murder. And second type murder ആണ് family member murder. So if more than 3 family members are killed and the culprit takes his own life, it is classified as mass murder or suicide. So without suicide and with 4 or more victims, the murder is called a family killing. ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. സോ ഹോമിസൈഡിന്റെ ടൈപ്പ് ഇതാണ് ഡിസൈഡ് ചെയ്യുന്നത്. ലൈക്ക് വെദർ ഇറ്റ് ഈസ് എ മാസ് മർഡർ. മാസ് മർഡർ ആണെങ്കിൽ മോർ ദാൻ ത്രീ കില്ലിംഗ് നടക്കുവാണെങ്കിലാണ് മാസ് മർഡർ. അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ക്ലാസിക് ആൻഡ് മാസ് മർഡർ. മാസ് മർഡർ എന്ന് വെച്ചാൽ 3, 4 ഓർ എബവ്. 3 പേരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, മാസ് മർഡർ എന്ന് പറയില്ല. 4 അതിന് കൂടുതലോ ആണെങ്കിലാണ് മാസ് മർഡർ എന്ന് പറയുക. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഫാമിലി അല്ലെങ്കിൽ ക്ലാസിക്. ക്ലാസിക് എന്ന് പറയുന്നത് വൺ പേഴ്സൺ ഓപ്പറേറ്റിംഗ് വൺ ലൊക്കേഷൻ അറ്റ് വൺ ടൈം. ഫാമിലി എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സിനെ he will kill and he will suicide. That is family killing. സോ അങ്ങനെയാണ് നമ്മൾ ഹോമിസൈഡ് ടൈപ്പ് ആൻഡ് സ്റ്റൈലിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ നോക്കുന്നത് ലൈക്ക് ഡിസിഷൻ പ്രോസസ് ബിഗിൻസ് ബൈ ഓർഗനൈസിങ് ആൻഡ് അറേഞ്ചിങ് ദ ഇൻപുട്സ് ഇൻ ടു meaningful patterns, and these are the patterns. And first one is homicide type, that I told, like mass murder ഉണ്ട്. mass murder ൽ രണ്ട് ടൈപ്പ് ഉണ്ട്, family and classic എന്ന് പറയുന്നത്. Then other additional types of multiple murder are like spree or serial killing. So spree murder involves killing at 2 or more locations with no emotional cooling off time period between the murders. So adinokka examples ഉണ്ട്. You have to collect the case studies and you have to tell me. And so this is the homicide type. ഇങ്ങനെയാണ് നമ്മൾ homicide type നെ അസസ് ചെയ്യുക. എത്ര പേര് മരണപ്പെട്ടു, ആരൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്തത്, അങ്ങനെയൊക്കെ വെച്ചിട്ട്. Then primary intent of the murderer. So in case ചില കേസുകളിൽ like murder may be secondary action and not itself the primary intent of the offender. Maybe killer's primary intent could be criminal enterprise or sexual or emotional or selfish or cause specific. ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടായിരിക്കത്തില്ല മർഡർ ചെയ്യുന്നത്. മേ ബി ഇറ്റ് ഈസ് ദി സെക്കൻഡ് റീസൺ. ചിലപ്പോൾ ഒരു ബഗ്ലറി ചെയ്യാൻ വേണ്ടിയിട്ട്, മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ കയറി, like if he wants to escape from that, he may kill the owner. And sexually, like if you want to do his sexual gratification to some person and in between victim died. So അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടായിരിക്കാം. So the profiler should know what was his primary intent. Like അതൊരു സെക്ഷുവൽ ആണോ അതോ ലൈക്ക് ക്രിമിനൽ മുൻപുള്ള റിവെഞ്ച് ആണോ, എന്താണ് അതിന്റെ മോട്ടീവ് എന്നുള്ളത്, മർഡറിന്റെ മോട്ടീവ് എന്നുള്ളത് കണ്ടുപിടിക്കണം.
അതാണ് പ്രൈമറി ഇൻറ്റൻറ്റ്. ദെൻ വിക്ടിം റിസ്ക്. സോ വിക്ടിം റിസ്കിൽ the concept of victim risk is involved at several stages of the profiling process and provides information about the suspects in terms of how he or she operates. So, risk is determined using such factors as age, occupation, physical stature, lifestyle, residence ability, and victim's location. And this is classified into high, moderate, and low. So that is about victim risk and ലോ റിസ്ക് ഉണ്ട്, ഹൈ റിസ്ക് ഉണ്ട്, അതേപോലെ തന്നെ മോഡറേറ്റ് റിസ്ക് ഉണ്ട്. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. Then escalation. So escalation is the information about like escalation is derived from analysis of facts and patterns from the prior decision process stage or models, and investigative profilers are able to assume the sequence of acts committed during the crime from this escalation process, and from this deduction they may be able to make determination about the potential of criminal not only to escalate his crimes. So in some cases like rape, murder, assault, etc., we can see this, and but not repeat his crimes in serial fashion. And next is prime factors, time factors. So there are several time factors, and they need to be considered in producing a criminal profile. And these factors include the length of the time required to kill the victim, to commit the additional acts on the body, to dispose the body, and all. So the time of the day or night that crime is committed is also important. That is about time factors. And location factor is like information about the location of the victim, like where the victim was first approached, and where the crime has occurred, and where if the crime is occurred in the same scene or not, death scenes, like that, where is the location, like that. So that is about decision process. So the profiler has to include all these things. Then next is crime assessment. So from all the stages, above stages, we have to involve, or we have to make a reconstruction of the sequence of the things happened in that particular crime scene, and the behavior of both offender and victim can help to make or reconstruct the crime scene. Then motivation, this investigation. After that you have to find out the criminal profiling. So crime scene also include so many stages like motivation, crime scene dynamics. Then I'll write here crime scene assessment. This is the third one. I'm writing here third one. Crime scene assessment involves motivation, then crime scene dynamics, and okay, these two things, motivation and crime scene dynamics. And next is criminal profile. So this criminal profile stage we have to this is the fourth stage, and in that profile stage, this deals with the type of person who committed the crime and the individual's personal like behavioral organization with relation to the crime. You have to create the profile at that time. Then the investigation stage. So in this investigation stage, once the criminal profile is determined, a written report is provided to the requesting agency and added to its ongoing investigating efforts. So from that profile which we have made, we can start the investigation. And after the investigation, the apprehension stage. So once the suspect is apprehended, this agreement between the outcome and the various stages in the profile generating process is examined. So from that we can identify that whether our goal, that is the apprehension of the criminal, is achieved or not. So this is the profiling basics. So in the next session we will discuss about what is its use and all, and we'll discuss some case studies also. So I hope you understood these things. If you have any doubts regarding this, you can ask and I will explain. If you need more information regarding profiling basics, you can ask me, I will explain. So thank you.